Dear students, today we are discussing chapter 3, pair of linear equation in two variables. Question: for what value of k will the following pair of linear equation have infinitely many solutions? Okay, ഈ pair of equationൽ k യുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. ഈ ഇക്വേഷൻ എന്താണെന്നാ പറഞ്ഞ ഇക്വേഷൻസ് ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇക്വേഷൻസിന് എന്തുണ്ട്? മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കെ എക്സ് പ്ലസ് 3y മൈനസ് കെ മൈനസ് 3, എക്സിൻ്റെ കോഎഫിഷ്യന്റ് കെ, വൈയുടെ കോഎഫിഷ്യന്റ് 3, കോൺസ്റ്റന്റ് ടൈം സി എന്ന ടേമാണ് കെ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ 12x പ്ലസ് കെ വൈ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന ഈ ഇക്വേഷൻ്റെ കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. പക്ഷേ കണ്ടീഷൻ എന്താണ്? ഇക്വേഷൻസ് ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയാൽ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയാൽ ഇൻഫൈനൈറ്റ്ലി രണ്ട് ഇക്വേഷന്, പെയർ ഓഫ് ഇക്വേഷന്, ലീനിയർ പെയർ ഓഫ് ഇക്വേഷന്, ലീനിയർ പെയർ ഇക്വേഷന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയാൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? മെനി സൊല്യൂഷൻ ഈക്വൽ ടു a1 by a2 is equal to, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? a1 by a2 is equal to b1 by b2 is equal to c1 by c2. a1 by a2 is equal to b1 by b2 is equal to c1 by c2 എന്നാണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയാൽ. അതായത് ഈ രണ്ട് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റുകൾ എന്തായിരിക്കും? ഡിവൈഡ് ചെയ്യുന്നത് വൈയുടെ കോഎഫിഷ്യന്റിന്റെ ഡിവിഷനോട് ഈക്വൽ ആയിരിക്കും. അത് എന്തിന്? ഇത് രണ്ടും എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ കോൺസ്റ്റന്റ് ടൈമിൻ്റെ, രണ്ട് ഇക്വേഷൻ്റെയും കോൺസ്റ്റന്റ് ടൈമിൻ്റെ ഡിവിഷനും ഈക്വൽ ആയിരിക്കും. സോ അപ്പം നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ ഒന്ന് എഴുതാം. നോക്കിയേ, എഴുതിയാൽ കെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 12. അപ്പോൾ a1 by a2 നമുക്ക് എന്ത് കിട്ടും? a1 by a2 ഇസ് ഈക്വൽ ടു k by 12 എന്ന് കിട്ടും അല്ലേ? നോക്കിയേ, ഇത് ഡിവൈഡഡ് ബൈ ഇത് അല്ലേ, എക്സിൻ്റെ കോഎഫിഷ്യന്റുകളുടെ ഡിവിഷൻ. ഇനി നോക്ക്, b1 by b2 എന്ത് കിട്ടും? വൈയുടെ കോഎഫിഷ്യന്റുകളുടെ ഡിവിഷൻ അല്ലേ, പെയർ ഓഫ് ഇക്വേഷനിൽ. ആദ്യത്തെ ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് 3, രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് k. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 by k. ഇനി നോക്കാം, അടുത്തത് c1 by c2 ആണ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. അങ്ങനെയെങ്കിൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2 എന്നാണ്. സോ c1 by c2 ഇവിടെ എന്ത് കിട്ടും? ഇവിടുത്തെ c1 വാല്യൂ എന്താണ്? k മൈനസ് 3 ആണ് ഫസ്റ്റ് ഇക്വേഷൻ്റെ. രണ്ടാമത്തെ ഇക്വേഷൻ്റെതോ k ആണ്. സോ നമുക്ക് എഴുതാം c1 by c2 is equal to മൈനസ് കെ മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് കെ ആണ്. ഇത് രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്തായി മാറും? പോസിറ്റീവായി മാറും. അതുകൊണ്ടാണ് അവിടുത്തെ സൈനൂടെ ചേർത്ത് വേണമായിരുന്നു എഴുതാൻ. പക്ഷേ ഇവിടെ നോക്ക്, നമ്മളിവിടെ കെ മൈനസ് 3 മൈനസ് കെ മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് കെ എന്നാണ്. നോക്കിയേ, മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്താകും? പ്ലസ് ആകും. സോ നമുക്ക് അന്നേരം എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ മൈനസ് പ്ലസ് ആയി. മൈനസ് വേണം അവിടെ, ഇവിടെ ഒരു മൈനസേ ഉള്ളായിരുന്നെങ്കിൽ ആ മൈനസ് അതേപോലെ തന്നെ ഇട്ടേനെ. മൈനസ് കെ മൈനസ് 3 ഡിവൈഡ് ബൈ മൈനസ് കെ എന്നാണ്. ഓക്കെ, എല്ലാം പ്ലസ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് വന്നാൽ പ്ലസ് ഇൻറ്റു മൈനസ് ആണ് മൈനസ് ആയത്. സോ ആ നമ്പർ മൈനസ് ആണ്. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്താകും? പ്ലസ് ആകും. അതുകൊണ്ട് കെ മൈനസ് 3 ഡിവൈഡഡ് ബൈ കെ എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കിയേ, a1 by a2 is equal to b1 by b2 is equal to c1 by c2 എന്നല്ലയോ നമ്മൾ പഠിച്ചത്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം. k1 by 12 is equal to 3 by k is equal to k minus 3 divided by k എന്നെഴുതാം. ഇനി നോക്ക്, ഇതെല്ലാം മൂന്നും ഈക്വൽ ആണ് എന്നാണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ട് ടേമുകളെ എടുത്ത് കെയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വാല്യൂസ് എടുത്താൽ k ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 3 by k. k ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 3 by k. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. a by b ഈസ് ഈക്വൽ ടു c by d ആയാൽ നമുക്ക് എന്തെഴുതാം?
എ ഡി ഇസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഡി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സി ഈക്വൽ ടു എന്തായിരിക്കും? ബി ഇൻറ്റു സി ആയിരിക്കും. അങ്ങനെയെങ്കിൽ കെ ഇൻറ്റു കെ എന്ത് കിട്ടും? കെ സ്ക്വയർ എന്ന് കിട്ടും. സി ഈക്വൽ ടു 3 ഇൻറ്റു 12 എന്ത് കിട്ടും? 12 3 36. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടി. അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 ആയാൽ കെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? √36 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലേ? √36 റൂട്ട് എടുത്തപ്പോൾ 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ 6 എന്ന് കിട്ടി. ഇത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇത് ആദ്യത്തെ രണ്ടെണ്ണം ഇല്ലേ നമ്മൾ ഇക്വേറ്റ് ചെയ്തത്? അങ്ങനെയെങ്കിൽ ഈ ലാസ്റ്റിലത്തെ 2 ടേമുകളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതും കെയുടെ വാല്യൂ എന്ത് കിട്ടുന്നു ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി, 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റിലത്തത് ഒന്ന് എടുത്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 3/k ഇസ് ഈക്വൽ ടു k മൈനസ് 3 ഡിവൈഡഡ് ബൈ k. ക്രോസ് ചെയ്യാം. a ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആയാൽ എ ഡി ഇസ് ഈക്വൽ ടു ബി സി. ക്രോസ് ചെയ്താൽ 3 ഇൻറ്റു കെ 3k ഇസ് ഈക്വൽ ടു k ഇൻറ്റു k മൈനസ് 3. നോക്കിയേ, 3k ഇസ് ഈക്വൽ ടു k ഇൻറ്റു കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം k കൊണ്ട്. k ഇൻറ്റു കെ എന്ത് കിട്ടും? k സ്ക്വയർ മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് k ഇൻറ്റു 3k എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കിയേ, 3k എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നോക്കിയേ, രണ്ട് സൈഡിലും ഇതൊരു -3k ആണ്. ആ -3k നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3k പ്ലസ് 3k ഈക്വൽ ടു k സ്ക്വയർ എന്ന് കിട്ടും. നോക്കിയേ, ഇവിടെ 3k ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് -3k ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3k പ്ലസ് 3k എന്ത് കിട്ടും? 6k ഈക്വൽ ടു k സ്ക്വയർ എന്ന് കിട്ടും. ഇത് നോക്കിയേ, രണ്ട് സൈഡിലും k ഉണ്ട്. അതായത് k സ്ക്വയർ ഈസ് ഈക്വൽ ടു 6k എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? 6k ഈസ് ഈക്വൽ ടു k സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് k സ്ക്വയർ ഈസ് ഈക്വൽ ടു 6k എന്നാണ്. ഇവിടെ മൈനസ് ഒന്നും പൊട്ടിയരുത്. ഇനി നോക്കുക, k ഈസ് ഈക്വൽ ടു k സ്ക്വയർ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു k ആണ്. അപ്പോൾ ഒരു k നമ്മളിവിടെ നിർത്തി, ബാലൻസ് k ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ അത് ഡിവിഷനായി. അപ്പോൾ 6k ഡിവൈഡഡ് ബൈ k എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. സോ k ഈസ് ഈക്വൽ ടു ഇതിലും എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, വാല്യൂ ഓഫ് k ഈസ് ഈക്വൽ ടു 6 എന്ന് ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ ഈ രണ്ട് ഇക്വേഷനും എന്തായിരിക്കും? a1/a2 b1/b2 c1/c2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കി, ഇവിടെ kക്ക് 6 എന്ന് കൊടുത്താൽ 6/12 1/2 എന്ന് കിട്ടും. 3/6 അതും 1/2 എന്ന് കിട്ടും. ഇവിടെ kക്ക് 6 എന്ന് കൊടുത്താൽ 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 അതും 1/2 എന്ന് കിട്ടും. അപ്പോൾ 1/2 എന്നാണ് a1/a2 ഇസ് ഈക്വൽ ടു b1/b2 ഇസ് ഈക്വൽ ടു c1/c2 എന്താ കിട്ടുന്നത്? 1/2 എന്നാണ് കിട്ടുന്നത്. അത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനാണ്. കെയുടെ വാല്യൂ നമ്മൾ ആദ്യത്തെ സെക്ഷൻ എടുത്ത് ചെക്ക് ചെയ്താലും കെയുടെ വാല്യൂ 6 എന്നാണ് കിട്ടിയത്. രണ്ടാമത്തെ സെക്ഷൻ ഇത് രണ്ടും b1/b2 ഇസ് ഈക്വൽ ടു c1/c2 എടുത്തപ്പോഴും കെയുടെ വാല്യൂ 6 എന്നാണ് കിട്ടിയത്. നമ്മൾ സോൾവ് ചെയ്തത് 3 ഇൻറ്റു k 3k ഇസ് ഈക്വൽ ടു k ഇൻറ്റു k മൈനസ് 3 k സ്ക്വയർ മൈനസ് 3k എന്ന് കിട്ടും. 3k നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3k പ്ലസ് 3k എന്ത് കിട്ടി? ഇസ് ഈക്വൽ ടു k സ്ക്വയർ എന്ന് കിട്ടി. 3k പ്ലസ് 3k എന്ത് കിട്ടി? 6k എന്ന് കിട്ടി. 6k ഇസ് ഈക്വൽ ടു k സ്ക്വയർ ആയാൽ 6k എന്തിന് ഈക്വൽ ആണ്? k സ്ക്വയറിന്. അങ്ങനെയെങ്കിൽ k സ്ക്വയർ ഇസ് ഈക്വൽ ടു 6k എന്ന് എഴുതാം. k സ്ക്വയർ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു k എന്നാണ്. സോ k ഇസ് ഈക്വൽ ടു 6k ഡിവൈഡഡ് ബൈ k ഇൻറ്റു kയിൽ നിന്ന് ഒരു k ഞാനിങ്ങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയപ്പോൾ ഡിവിഷനായി. അപ്പോൾ 6k ഡിവൈഡഡ് ബൈ k ഇസ് kയും kയും എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാലൻസ് എന്ത് കിട്ടി? k ഡിവൈഡഡ് ബൈ k എന്ന് പറഞ്ഞാൽ 1 ആണ്. kയും kയും ക്യാൻസൽ ചെയ്തു. k ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ k ഇസ് ഈക്വൽ ടു 6 എന്ന് തന്നെ അവിടെയും കിട്ടി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.